2 ദിവസം മുന്നേ റീലിലിട്ട കടലക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 നാഴി കടലയാണ് എടുത്തിരിക്കുന്നത്. അത് തലേ ദിവസം കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അതൊന്നും കൂടെ നന്നായിട്ട് കഴുകിയെടുക്കണം. 3-4 വെള്ളത്തിൽ കഴുകിയ കടല ഇനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കടലക്കറിക്ക് ആവശ്യമായിട്ട് ഞാൻ 3 വലിയ സവാളയും 2 വലിയ തക്കാളിയും 1 കൈപ്പിടി വെളുത്തുള്ളിയും എരിവിന് ആവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 1 തേങ്ങയുടെ 2-ാം പാല് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇച്ചിരി നീട്ടി തന്നെ എടുക്കുക. ആദ്യത്തെ പാല് പോലെ അത്ര കുറുകൽ വേണ്ട. ഇനി ഇത് ഈ കടലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കടല വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് കടലയ്ക്ക് കുറച്ച് മുകളിലായിട്ട് ഇത്തരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ബാക്കി ഒരു 8 വിസില് അല്ലെങ്കിൽ ഒരു 10 വിസില് ലോ മീഡിയം ഫ്ലെയിമിലും വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ആ നേരത്തിന് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഈ ചതച്ച ഉള്ളി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറ്റി എടുക്കണം. പച്ചമണമൊക്കെ പോയി നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇടാം. നേരത്തെ കടലയ്ക്ക് ഉപ്പിട്ടിട്ടുണ്ട് എന്ന് ഓർത്തിട്ട് വേണം ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പിട്ടിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 4 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിക്ക് ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുത്ത് ഈ പൊടികളുടെ പച്ചമണം മാറ്റിയെടുക്കണം. അഥവാ ഇങ്ങനെ ഇടുമ്പോൾ നല്ല ഓവറായിട്ട് ഡ്രൈ ആയി പോകുകയെന്നുണ്ടെങ്കിൽ 1 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഇളക്കി തന്നെ അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതിന്റെ പച്ചമണം മാറ്റിയെടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിച്ചു പോവേ. ഇനി ഈ കൂട്ട് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. നേരത്തെ കടല കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അരപ്പിട്ടിങ്ങനെ ഇളക്കുമ്പോൾ അതിനകത്ത് വെള്ളം നല്ല കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കണം. അതിനായിട്ട് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് കൺസിസ്റ്റൻസി മാറ്റിയെടുക്കണേ. ഒരുപാട് വെള്ളം ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാനുള്ളത്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ഇത്ര ഇടുക. കുരുമുളക് പൊടി എപ്പോഴും എരിക്ക് ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇതിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി ചെറിയ തീയിൽ ഇതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കണം. അവസാനം ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. തിളപ്പിക്കരുത്. ചെറിയ തീയിലിട്ട് ഒന്ന് ആവി വരുമ്പോഴത്തേക്ക് നമുക്ക് അണച്ചെടുക്കാം. ഈ കടലക്കറിയൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇഷ്ടമാവുന്ന ഒരു അടിപൊളി ഒരു റെസിപ്പിയാണിത്, തേങ്ങാപ്പാൽ കടലക്കറി. അപ്പോൾ ഈ കടലക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നതുവരെ ബൈ.